നമസ്കാരം. മഹാന്മാ ന്യൂസിലേക്ക് സ്വാഗതം. ചരിത്രം പോലും മറന്ന കോൺഗ്രസ് നേതാക്കൾ, പാർട്ടി തകർന്നാലും പദവിക്കിടിക്കുന്ന നേതാക്കൾ. കഴിഞ്ഞ അരനൂറ്റാണ്ട് കാലത്തെ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ ചരിത്രം പരിശോധിച്ചാൽ ഇപ്പോൾ മുഖ്യമന്ത്രി പദത്തിനായി തമ്മിലടിക്കുന്ന നേതാക്കളെ അടിച്ചു പുറത്താക്കി ചാണകവെള്ളം തളിക്കേണ്ട അവസ്ഥയാണെന്ന് ബോധ്യമാകും. കരുണാകരൻ, എ കെ ആന്റണി, ഉമ്മൻചാണ്ടി, വയലാർ രവി തുടങ്ങിയ നേതാക്കളിലൂടെ ചുറ്റിക്കറങ്ങിയതാണ് കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയം. ഈ നേതാക്കൾ എല്ലാവരും സ്വന്തമായി തന്നെ ഗ്രൂപ്പ് കളിച്ച് വളർന്നവരാണ്. എന്നാൽ ഏതു കാലത്തും പാർട്ടിയുടെയും പാർട്ടി നയിച്ച മുന്നണിയുടെയും നിലനിൽപ്പും അടിത്തറയും ഉറപ്പിച്ചു നിർത്തുവാൻ എന്തു വിട്ടുവീഴ്ചയ്ക്കും ഈ നേതാക്കൾ തയ്യാറായിരുന്നു എന്നതാണ് ചരിത്രം വെളിപ്പെടുത്തുന്നത്. കെ കരുണാകരൻ ഒഴികെയുള്ള കോൺഗ്രസ് നേതാക്കൾ യുവ തുർക്കികളായിരുന്നപ്പോഴാണ് തകർന്നു കിടന്ന കോൺഗ്രസ് പാർട്ടി കുതിരശക്തിയോടെ കേരളത്തിൽ കുതിച്ചു പാഞ്ഞത്. ആന്റണിയും വയലാർ രവിയും ഉമ്മൻചാണ്ടിയും ഒക്കെ നേതൃനിരയിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ചപ്പോൾ കേരളത്തിലെ യുവജനങ്ങൾ ഒന്നടങ്കം കോൺഗ്രസിലേക്ക് ഒഴുകിയെത്തി. പിന്നീട് അവർ ഭരണത്തിന്റെ പങ്കാളിത്തത്തിലേക്ക് മാറുന്ന സ്ഥിതി വന്നപ്പോൾ പരസ്പര ധാരണയോടുകൂടി മുഖ്യമന്ത്രി പദത്തിലേക്ക് ഒരാളെ മുന്നിൽ നിർത്തുവാൻ മറ്റുള്ളവർ തയ്യാറായിരുന്നു എന്നതാണ് കോൺഗ്രസിന്റെ കഴിഞ്ഞകാല ചരിത്രം. കരുണാകരൻ കോൺഗ്രസിനെ മുന്നിൽ നിന്ന് നയിച്ചപ്പോൾ ആന്റണി തൊട്ടുപിറകിൽ ചേർന്ന് നിന്നു. ആന്റണി ഭരണത്തിലേക്ക് വരുന്ന സാഹചര്യത്തിൽ ഉമ്മൻചാണ്ടി തൊട്ടുപിറകിൽ ചേർന്ന് നിന്നു. ഇത് തന്നെയാണ് വയലാർ രവിയുടെയും രീതി. അതല്ലാതെ ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ കാണിക്കുന്ന പ്രവർത്തന ശൈലി അന്ന് ഉണ്ടായിരുന്നില്ല. കേരളത്തിൽ ഒരു മുഖ്യമന്ത്രി കസേര മാത്രമാണ് ഉള്ളതെന്ന് ഏത് വിഡ്ഢിക്കും അറിയാം. ആ ഒരു കസേരയ്ക്കായി 3 പേർ തമ്മിലടിക്കുന്നത് കോൺഗ്രസിന്റെ പാരമ്പര്യത്തിന് തന്നെ ചേരുന്നതല്ല. ഇപ്പോൾ മുഖ്യമന്ത്രി പദത്തിനായി പരസ്യമായി പോലും വാദിച്ചു കൊണ്ടിരിക്കുന്ന 3 നേതാക്കളും യഥാർത്ഥത്തിൽ പാർട്ടിയേക്കാൾ പ്രാധാന്യം തങ്ങളുടെ പദവിക്കാണ് എന്ന് ചിന്തിക്കുന്ന അല്പന്മാരായി മാറി എന്നതാണ് വാസ്തവം. അതല്ല, ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസ് പാർട്ടി തകർച്ച നേരിട്ടുകൊണ്ടിരിക്കുന്ന കാലത്ത് കേരളത്തിലെ ജനങ്ങൾ വലിയ ഭൂരിപക്ഷം നൽകി വിജയിപ്പിച്ചപ്പോൾ യാതൊരു അവസരവുമില്ലാതെ ഭരണത്തിൽ കയറുവാനുള്ള പക്വതയായിരുന്നു കോൺഗ്രസ് നേതാക്കൾ കാണിക്കേണ്ടത്. എന്നാൽ അതെല്ലാം മറന്ന് താൻ മുഖ്യമന്ത്രി ആയില്ലെങ്കിൽ കേരളം തകർന്നു പോകുമെന്ന രീതിയിൽ വാദിക്കുന്ന 3 കോൺഗ്രസ് നേതാക്കളും കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പിൽ അപഹാസ്യരാകുന്നു എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ. നന്ദി, നമസ്കാരം.